നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ആർട്ട് ഇൻ പാരഡൈസ് കാണാൻ വേണ്ടിയാണ് കേട്ടോ. ദി ലാർജസ്റ്റ് ഇല്യൂഷൻ ആർട്ട് മ്യൂസിയം ഓഫ് ദി വേൾഡ് ആണിത്. അപ്പൊ നമുക്കിനി ഇത് കാണാം. അപ്പൊ നമ്മുടെ ഡ്രൈവർ കം ഗൈഡ് പറഞ്ഞിരിക്കുന്നത് ഈ ആർട്ട് ഇൻ പാരഡൈസ് കാണാൻ വേണ്ടി ഫുൾ ഒരു മണിക്കൂർ എടുക്കും എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മ്യൂസിയത്തിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ചെരുപ്പോ വാട്ടർ ബോട്ടിലോ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ റിസപ്ഷൻ ഏരിയ വെച്ചിട്ട് അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ ആർട്ട് ഇൻ പാരഡൈസ് മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തരും. അപ്പോൾ ഇവിടെയുള്ള ഫോട്ടോസ് എല്ലാം നമ്മൾ അവിടെ ഒരു പ്രത്യേക ടൈപ്പ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും മുമ്പിൽ, AR സ്കാൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ വഴി ആ പിക്ചർ എടുക്കുവാണെങ്കിൽ നമുക്കതിൽ ഇല്യൂഷൻ ആർട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ചേച്ചി പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇപ്പൊ ഇവിടെ നീരാളിയെ വരച്ചിരിക്കുന്ന ഒരു 3D എഫക്റ്റ് പോലെയല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവര് പറഞ്ഞ ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം ആദ്യം. കണ്ടോ? അപ്പൊ ആ ആപ്പിലൂടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ നീരാളി ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പൊ ഒരു മീനുണ്ട്, ചൂണ്ടയുണ്ട്. നമ്മൾ ഇവിടുത്തെ ആപ്പിൽ കൂടെ ഈ ഫോണിൽ നോക്കുമ്പോഴത്തേ ആ മീൻ കിടന്ന് ഇളകുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഈ സീബ്ര കണ്ടോ? ഈ സീബ്ര ഇങ്ങനെ ഓടുന്ന പോലെയാണ് കേട്ടോ തോന്നുന്നത്. ഇവിടെ എല്ലാ ആർട്ടും ഇല്യൂഷൻ മാത്രമാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു ജിറാഫ് ഉണ്ട്. ഇതാണ് ഏറ്റവും അടുത്ത്. ഈ ജിറാഫിനെ വെള്ളം കുടിക്കുന്നുണ്ടോ? ആ വെള്ളം വരെ അവരവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങളിവിടെ വന്ന് നിങ്ങൾക്ക് കുറേ ഫോട്ടോ കിട്ടും, നല്ല സൂപ്പർ ഫോട്ടോ കിട്ടും. അപ്പൊ നിങ്ങളിവിടെ വരുമ്പോൾ ഉറപ്പായിട്ടും എല്ലാ പിക്ചറിനും ഫോട്ടോ എടുക്കാൻ മറക്കരുത്. ഇത് കണ്ടോ? ഈ ജിറാഫിന് തൊട്ട് ഇപ്പത്തെ ഞാൻ ഇരിക്കുവാണ്. അപ്പൊ ഇവളുടെ ആപ്പിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? ഈ ആപ്പിൽ കൂടെ നോക്കുമ്പോ ജിറാഫ് എന്റെ മേത്തേക്ക് വെള്ളം ഒഴിക്കുവാണ്. പക്ഷെ ശരിക്കും ഞാനിവിടെ വെറുതെ ഇരിക്കുവാണ്. എന്റെ മേത്ത് വെള്ളമൊന്നും വീഴുന്നില്ല കേട്ടോ. അപ്പൊ ആർട്ട് ഇൻ പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഇല്യൂഷൻ മ്യൂസിയം ആണ്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ലേ? ഈ ആനയെ കണ്ടോ? ഈ ആനയുടെ തുമ്പിക്കൈ ഇവിടെ വരെ വരുന്ന കണ്ടോ? അതുപോലെ തന്നെ ഇത് അതിൻ്റെ അകത്തേക്ക് നമുക്കിങ്ങനെ പോകാൻ പോലെ പറ്റുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ തൊട്ട് നോക്കുമ്പോൾ അതില്ല. ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ? തൊട്ട് നോക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂല. നമ്മൾ അങ്ങ് അകലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി പോകാമെന്ന് തോന്നും. പക്ഷെ ഇവിടെ വരുമ്പോൾ പറ്റത്തില്ല, കാരണം ഇത് ഇല്യൂഷൻ പെയിന്റിങ്. ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒരു മ്യൂസിയം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ തന്നെ ഈ വെയിലിനെ കണ്ടു. ഇതിങ്ങനെ പുറത്തോട്ട് നിൽക്കുകയാണ്. അടിപൊളിയാണ്. പിന്നെ ഇവിടെ കുറേ പിക്ചേഴ്സ് അതിലിങ്ങനെ വെച്ച് അടിപൊളി ഫോട്ടോസ് ഞങ്ങൾ എടുക്കാം. പിന്നെ ചേച്ചി പറഞ്ഞ ആ ആപ്പ് വഴി നമുക്ക് ഈ ഇല്യൂഷനെയൊക്കെ ജീവനാക്കാം. എന്നിട്ട് ഇപ്പോൾ ആ വെയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിടന്ന് ആടുന്നത്. ഈ നീരാളിയൊക്കെ ഉണ്ടോ? ഭയങ്കര രസമാണ് കേട്ടോ ഈ മ്യൂസിയം. ഇപ്പം നിങ്ങൾ തായ്ലാൻഡിൽ ഉറപ്പായിട്ടും വരുവാണെങ്കിൽ ഈ മ്യൂസിയം ഉറപ്പായിട്ടും കാണണം. ഇത് കണ്ടോ? ഈ മീനിന്റെ പെയിന്റിങ് നിങ്ങൾ കണ്ടോ? ഇത് കാണുമ്പോൾ ഇല്യൂഷൻ 3D ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? പക്ഷെ ഇത് ഈ വാളിൽ പെയിന്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതൊരു അടിപൊളി ഇല്യൂഷൻ ആണ് കേട്ടോ. ഈ ആന കണ്ടോ? ഇത് ഇവിടെ ചട്ടിയിരിക്കുന്ന സൂപ്പറാണ്. ഈ ആന ഇങ്ങോട്ട് കയറി നിൽക്കുന്നത് ഇത് ശരിക്കും ഒരു 3D ആർട്ട് ഇന്ന് ഇറങ്ങി വരുവാണെന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇല്യൂഷൻ ആർട്ട് അതിൻ്റെ അകത്താണ് കേട്ടോ. മ്യൂസിയത്തിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ തന്നെ എന്നെ കാണില്ലേ? ഇവിടെ ഉള്ള പെയിൻറ്റിങ്സ് ഫുൾ ഇല്യൂഷൻ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇപ്പം എൻ്റെ തല മാത്രമല്ലേ കാണുന്നുള്ളൂ. എഴുന്നേറ്റ് ബോഡി മൊത്തമുണ്ട്. കാരണം ഈ ടേബിളിൽ ഇവിടെ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ? നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഒരുപാട് കാണാനുണ്ട്. ഇതെല്ലാം 3D പിക്ചേഴ്സ് ആണ് കേട്ടോ. ഈ പിക്ചേഴ്സ് എല്ലാം ഈ വാളിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ.
ഫ്രണ്ട്സ്, നമ്മൾ ആ റൂമിൽ നിന്ന് ഇന്ന് കയറി വന്നപ്പോൾ ഇവിടെ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി ഇതൊക്കെ കാണാൻ. ഇവിടെ ഒരു ബിൽഡിംഗ് പുത്തനുണ്ട്, ഇവിടെ സൂപ്പറാണ്. പിന്നെ ഇതിന്റെ നടുക്കായിട്ടൊരു കല്ലുണ്ട്, അതിന്റെ മുകളിൽ കയറി നമുക്ക് അടിപൊളി ഫോട്ടോസ് എടുക്കാം. ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, സൂപ്പറാണ് കേട്ടോ, നല്ല രസമുണ്ട് ഇതെല്ലാം കാണാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ആർട്ട് ഇൻ പാരഡൈസിനെ കുറിച്ച് തത്തച്ഛനോടും തത്തച്ചിയോടും ചോദിക്കാം. അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ് കേട്ടോ ഇതെല്ലാം കണ്ടിട്ട്. ആർട്ട് ഓഫ് പാരഡൈസ് വണ്ടർഫുൾ സംഭവമാണ്. ഇത് നമ്മൾ എങ്ങും കണ്ടിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും നാൾ ടൂർ പോയെങ്കിലും ഇപ്പോഴാണിത് കാണുന്നത്. ഇത് കാണാതിരിക്കാൻ പറ്റില്ല ആർക്കും. എല്ലാവരും ഇവിടെ വന്നത് കാണണം, അത്ര മനോഹരമാണിത്. വളരെ ഗംഭീരമായിരിക്കുന്നു തായ്ലാൻഡിലെ ആർട്ട് ഗ്യാലറി. ഞങ്ങൾ ഇന്ന് വരെ പല സ്ഥലത്തും ആർട്ട് ഗ്യാലറിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് സാക്ഷാൽ ഈജിപ്തിൽ പോയ മാതിരിയാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഗംഭീരമായിരിക്കുന്നു, അത്ഭുതവും. ഇതൊരു ഭയങ്കര മഹാസംഭവം കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഇവിടെ വരുന്നവർ ഇത് വളരെ ശ്രദ്ധിച്ച് കണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ സംഗതി മനസ്സിലാവുള്ളൂ. ഏതായാലും അടിപൊളി. ഇതൊരിക്കലും ലോകത്ത് ഒരു സ്ഥലത്തും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിങ്ങനെ പടം കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഇല്ലെന്ന് തോന്നും. പക്ഷെ ഓരോ പടത്തിൻ്റെ മുമ്പിൽ എന്തെല്ലാം സൃഷ്ടികളാണെന്നറിയാം. അതിങ്ങനെ സംസാരിക്കുന്ന ചിത്രമായിട്ടും ഓടി നടക്കുന്ന മൃഗങ്ങളായിട്ടും ഒക്കെ നമുക്ക് തോന്നും. ഇതിപ്പോ നമുക്ക് ഇവിടെ ഒരു ഈജിപ്ഷ്യൻ തീമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ശശിയപ്പൂപ്പൻ ഈ പരവതാനിയിൽ ഇരിക്കുവാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഈ ഇല്യൂഷൻ മ്യൂസിയം ഒരു അടിപൊളി വണ്ടർഫുൾ ഒരു മ്യൂസിയം ആണ് കേട്ടോ. ഒരു വണ്ടർലാൻഡ് വന്ന പോലെയാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ തോന്നുക. ഇവിടെ ഇപ്പോൾ ഇല്യൂഷൻസിൻ്റെ ആ ആപ്പ് വഴി എൻ്റെ മുന്നേ ആ സാധനമൊക്കെ സൂപ്പർ. ഒരു പുലി വരുന്നു, അതുപോലത്തെയൊക്കെ ഉണ്ട്. പിന്നെ ഒട്ടകത്തിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനെ ഇപ്പോൾ കണ്ടില്ല, ഇതിന് ഇല്യൂഷൻ ഉണ്ട് കേട്ടോ. അടിപൊളിയാണിത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു അടിപൊളി ഇല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പൊ ആപ്പിൽ കൂടെ നോക്കുമ്പോൾ ഉള്ള വിഷ്വൽസ് ആണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണാൻ പറ്റുന്നത്. എന്താ സൂര്യപ്രകാശം വരുന്നു, കുറെ മഞ്ഞ് വരുന്നു, കണ്ടോ മോൾ മേഘങ്ങളൊക്കെ മൂവ് ചെയ്യുന്നു. പക്ഷെ ശരിക്കും ഞാനിവിടെ വെറുതെ നിൽക്കുവാണ്. ഈ ആപ്പിൽ കൂടെ നോക്കുമ്പോഴാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ ഫോണിൽ കൂടെ നോക്കിക്കേ, നമുക്ക് ഇങ്ങനെ തൂവലൊക്കെ പറക്കുന്ന കണ്ടോ. പക്ഷെ നേരിട്ട് നോക്കുമ്പോ ഇതൊന്നുമില്ല. ഞാനിവിടെ വെറുതെ നിൽക്കുക. അടുത്ത വേറെ ഒരു ഇല്യൂഷൻ ആണ്. ഇവിടെ തീയൊക്കെ വരുന്നത് കാണാൻ സാധിക്കും നമ്മൾ ഫോണിലെ ആപ്പിൽ കൂടെ നോക്കുമ്പോ. ഇത് കണ്ടോ, ഫോണിലെ ആപ്പിൽ കൂടെ നോക്കുമ്പോ വിഷ്വൽസ് എല്ലായിടത്തും തീ വരുവാണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഫ്രണ്ട്സ്, തൂവലൊക്കെ പൊഴിഞ്ഞു വീഴുന്നുണ്ട്. ഇത് വേറെ ഒരു ഇല്യൂഷൻ ആണ്. ഇത് ഞാൻ കാണിച്ചു തരാവേ. ഞാനിവിടെ ചുമ്മാ നിൽക്കുന്നേ ഉള്ളൂ. ഈ ആപ്പ് കൂടെ നോക്കുമ്പോ ബട്ടർഫ്ലൈസ് പറക്കുന്നതും കുറെ ഗ്ലിറ്റേഴ്സ് ഒക്കെ വരുന്ന നല്ല ഇല്യൂഷൻ ആണ് കേട്ടോ അത്. അപ്പൊ ഞങ്ങൾ ഇവിടെ എല്ലാം നടന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇതെല്ലാം ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം കാണുന്നത്. അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഞങ്ങൾ എടുത്താട്ടോ. ഈ കാഴ്ചകളൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണിത്. ഒരു വണ്ടർ വേൾഡ് ചെന്ന പോലെയാണ് കേട്ടോ. തത്തച്ഛനും തത്തച്ചിയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു വണ്ടർഫുൾ പ്ലേസ് ആണ്. അപ്പൊ നമ്മൾ ആർട്ട് ഇൻ പാരഡൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ് കേട്ടോ. ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പാട്ടായിട്ട് ഞങ്ങൾക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് കേട്ടോ പോവാൻ പോകുന്നത്. അവിടെയാണ് നമ്മളെ ലഞ്ച് ഉള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഫ്ലോട്ടിംഗ് മാർക്കറ്റായി നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മളെ ലേയിലൊക്കെ കണ്ടുപോലത്തെ ഒരു ഗേറ്റ് ആണ് കേട്ടോ ഇത്. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ലേ ഗേറ്റ് കണ്ടില്ലായിരുന്നോ, അതുപോലെ നല്ല അലങ്കരിച്ചിട്ടൊക്കെ ഉള്ള നല്ല രസമുള്ള ഗേറ്റ് ആണ് കേട്ടോ അത്.
മാർക്കറ്റ് എന്ന് എഴുതിയ ഒരു ബോർഡ് കണ്ടോ? അപ്പൊ നമ്മൾ ഇനി ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മളുള്ളത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് കേട്ടോ. ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യുന്നോണ്ട് ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് നമുക്ക് കിട്ടി, നമ്മളെല്ലാരും ഒട്ടിക്കുവാണ്. Follow me. Follow. അപ്പൊ നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ടാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ പോകുന്നത്. ഇതൊരു ഗാലറി ആണ് കേട്ടോ. ഇവിടെ കുറെ തായ്ലാൻഡിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്ന സംഭവങ്ങൾ, ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന സംഭവങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ മാർക്കറ്റിനകത്താണ് കേട്ടോ. ഇവിടെ മൊത്തം പലക അടിച്ചു വെച്ചേക്കുവാണ്. ഇതിന്റെ അടി ശരിക്കും വെള്ളമാണ് കേട്ടോ. മൊത്തം നമ്മളതിന്റെ ഈ പലകയുടെ മുകളിൽ കൂടെയാണ് നടക്കുന്നത്. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുന്നതാണല്ലോ. അപ്പൊ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരു പൊങ്ങിക്കിടക്കുന്ന മാർക്കറ്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞ ഇതിന്റെ അടി മൊത്തം വെള്ളമാണ്. പലകയുടെ മുകളിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അവിടെ കണ്ടോ നിങ്ങൾ വെള്ളം. പിന്നെ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. തായ്ലാൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. നമ്മളിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കയറുമ്പോഴത്തേക്കും അവിടുത്തെ ഈ തായ്ലാൻഡ് കൾച്ചറിൻ്റെ കുറേ കാര്യങ്ങളും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്ക് കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ലഞ്ച് കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. ഇന്ത്യൻ ഫുഡ് തന്നെയാണ്, ബുഫേ ആണ് ഇവിടെ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുവാണ്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യും കേട്ടോ. വെള്ളം വന്നിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് കയറിയിരിക്കുന്നത്. മാൽഗുഡി എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സോങ്സ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ നല്ല ഹിന്ദി സോങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും സൂപ്പുണ്ട്. പിന്നെ ഏറ്റവും ആദ്യം ഈ ഒരു ബേക്കറി പോലത്തെ സംഭവമാണ് കൊണ്ടുവന്നത്. റൊട്ടി വന്നിട്ടുണ്ട്, കറികളും വന്നിട്ടുണ്ട്. ചോറും ചിക്കനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാത്തിനും. നല്ല ഒന്നാം തരം ചോറ്, ചിക്കൻ, പിന്നെ നല്ല ഗോതമ്പ് റൊട്ടി എല്ലാം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ലഞ്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ബോട്ട് സർവീസിങ് ഉണ്ട്, അതിന് പോകും. ബോട്ടിൽ കയറാൻ പോവാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. പോകുന്ന വഴി ഇവിടെ നിറച്ചും കടകളും ചുറ്റും വെള്ളമാണ് കേട്ടോ. നമ്മൾ ഓരോ പാലത്തിൽ കൂടെയാണ് നടക്കുന്നത്. തടി കൊണ്ടുള്ള പാലാണ് കേട്ടോ.
ഇവിടെ മൊത്തം ഭയങ്കര കളർഫുൾ ആയിട്ടാണ് കേട്ടോ ഇവര് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ദേ കുറേ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്പീഡ് ബോട്ട് യാത്ര അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ബോട്ടിന്റെ അവിടോട്ടാണ് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് മുഴുവൻ കടകളാണ്, ഒരുപാട് സാധനങ്ങളുണ്ട് കാണാനായിട്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഈ ഒരു ലേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ കുറെ ബോട്ടുകൾ കിടപ്പുണ്ട്. പിന്നെ അതിന്റെ നടുക്കായിട്ട് ഈ ജലധാര പോലത്തെ ഒരു സംഭവം ഉണ്ട്. നല്ല രസം, ഫൗണ്ടെയിൻ ആണ് കേട്ടോ. അത് നല്ല രസമാണ് ഈ ഒരു വ്യൂ കാണാൻ. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ട്. ഒരു ബോട്ടിൽ 5 പേരെ കയറൂറിലോ, അതുകൊണ്ട് 5 10 പേരായിട്ട് 2 ബോട്ടാണ് കേട്ടോ. അപ്പൊ തത്തച്ഛനും തത്തച്ചിയും മണിയമ്മയും മാളിച്ചിട്ടും കൂടെ ഈ ബോട്ട് ശശിയപ്പൂപ്പൻ ഈ ബോട്ടിൽ കയറി കേട്ടോ ഒരുമിച്ച്. അവര് പൊക്കോണ്ടിരിക്കുവാണ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് ബോട്ട് കയറി കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ കുറേ കടകൾ നമ്മുടെ 2 സൈഡിലുണ്ട്. നമ്മൾ ഇതിന്റെ നടുക്കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. കാശ്മീര് നമ്മൾ ദാലിലേക്ക് പോയില്ലായിരുന്നോ, അതുപോലെ തന്നെയാണ് ഇവിടെ വരുമ്പോൾ. ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കടകളൊക്കെ ഉണ്ട്, എന്നാൽ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ ഈ ബോർഡിൽ നിന്ന് ഇങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഫിഷ് പാ. ഈ ഒരു ടാങ്കിൽ കുറേ മീനുകളെ ഇട്ടിട്ട് നമുക്ക് അതിൽ നമ്മുടെ കാല് വെക്കാം. അപ്പോൾ കാൽ മസാജ് കിട്ടുന്ന പോലെ ആയിരിക്കും കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ ഒരു വലിയ പൂച്ചയുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടാട്ടോ. അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണമെങ്കിൽ. മുതലിറച്ചിയൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. അത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ കുറേ കടകളുണ്ട്. പിന്നെ ഡ്രസ്സ് കട, അതുപോലെ കുറേ കടകളുണ്ട് കേട്ടോ ഇവിടെ.